ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മുടെ സീസൺ 7 ഡേ 20, അതായത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആ വീക്കെൻഡ് എപ്പിസോഡിൽ മെയിൻലി നമ്മുടെ കലാഭവൻ സരികയുടെ എവിക്ഷൻ, അതുപോലെ തന്നെ ബാക്കി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ, അതായത് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്കെതിരെയുള്ള ലാലേട്ടൻ്റെ ചോദ്യം ചെയ്യൽ, അതൊക്കെയായിരുന്നു മെയിനായിട്ട് വീക്കെൻഡ് എപ്പിസോഡിലുണ്ടായിരുന്നത്. നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ലാലേട്ടൻ എൻ്റർ ചെയ്യുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സാണ്, ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വന്നിട്ട് ലാലേട്ടൻ വന്ന് വെൽക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിലെ ഹൈലൈറ്റ്സ് ഒക്കെ കാണിക്കുന്നു. മോസ്റ്റ്ലി എല്ലാ വഴക്കുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേദിവസത്തെ വിഷ്വൽ, അതായത് നമ്മുടെ ജയിൽ ടാസ്ക് ഉണ്ടല്ലോ. അപ്പോൾ ജിസയിലും ഒനിയിലും രാത്രിയിൽ 4-5 മണിക്കൂർ മറ്റേത് കൊട്ടുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുന്നു, അഭിലാഷം ഒന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ എഴുന്നേറ്റ് വീണ്ടും കൊട്ടു തുടങ്ങും. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് വീണ്ടും ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു 10:30 എങ്ങാണ്ടായപ്പം വിളിച്ച് ചോദിക്കുന്നവരോട് ടൈം എത്രയെന്ന് പറയുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 10:40, ആദ്യം ജിസയിൽ 10:30 പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അത് മാറ്റി 10:40 ആക്കി. അപ്പം അങ്ങനെ ഏകദേശം അടുത്ത് നിൽക്കുന്നത് കാരണം അവരെ ജയിലിൽ നിന്ന് പുറത്ത് വിടുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിനാണെന്നുണ്ടെങ്കിൽ മറ്റേ ആര്യൻ്റെ റേസിംഗ് സ്റ്റാർസിൻ്റെ ബാൻഡ് ഉണ്ടല്ലോ, അത് അവിടുന്ന് എടുത്തിട്ട് വന്നിട്ട് ഒളിപ്പിച്ച് വെക്കുന്നു. എന്നിട്ട് ക്യാമറയോട് സംസാരിക്കുന്നുണ്ട്, ഇതെനിക്ക് ഡ്രസ്സിനും വേണം, അവനെ സൂക്ഷിച്ച് വെച്ചില്ല, അതുകൊണ്ട് എടുത്ത് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിസേലിനെയും ഒനീലിനെയും ടൈമൊക്കെ ചോദിച്ചിട്ട് തുറന്നു വിടുന്നുണ്ട്. പിന്നെ ആര്യനാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ കത്തി വെച്ചിട്ട് താടി ട്രിം ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അത് പോലും മര്യാദ കഴുകാതെ വീണ്ടും എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മഴയാണ്, മഴ പെയ്യുന്നുണ്ട്. അപ്പം അവരെ പുറത്ത് മഴ ഡയറക്റ്റ് പെയ്യും, റൂഫിൽ കത്തുകൊണ്ട് മഴ പെയ്യും. ജിസേലിന് ഇവന് ആദ്യം ഇറങ്ങി അവിടെ ഭയങ്കര ഡാൻസൊക്കെ, പിന്നെ എല്ലാവരും മഴയത്തൊക്കെ കളിക്കുന്നുണ്ട്. അനുവിനൊക്കെയാണ് ആരൊക്കെയോ മഴയത്തൂടെ വലിച്ചോണ്ട് പോകുന്നത് കണ്ട്. പിന്നെ കബഡി കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് എല്ലാവരും ഒരുങ്ങുന്നുണ്ട് മറ്റേ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി. പിന്നെ ലാലേട്ടൻ വരുന്നു, വീട്ടുകാരെ അഡ്രസ്സ് ചെയ്യുന്നു. എന്നിട്ട് വീട് നന്നായിട്ട് നോക്കുന്നുണ്ടോ, ശുചിത്വം ഒക്കെ ഉണ്ടോ, നല്ല രീതിയിലാണോ അതവിടെ ചെയ്യുന്നത്. എന്നിട്ട് ആര്യനെ ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നത് ഇവിടെ ശുചിത്വമൊക്കെ വളരെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ടീമാണ് ഏറ്റവും വൃത്തികേടായിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് ഫ്ലോർ ടീമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ മുടിയൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ടാണ്, അത് എടുത്തിട്ട് അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴും വീണ്ടും വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ്, അല്ലാതൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്റൂം ടീമിനെ പറ്റി എന്തോ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് ആണെങ്കിൽ ഭയങ്കര മടിയനാണ്, അപ്പം പുള്ളി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അനീഷ് എഴുന്നേറ്റ് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് എന്നിട്ട് പറയുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ സരിക പറയുന്നത് കലാഭവൻ സരിക പറയുന്നത് സരിക എന്നിട്ട് ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു മടക്കി വെക്കാൻ, ഞാൻ കറക്റ്റായിട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് അതവിടെ ഇരുന്നത്, ഒറ്റ പ്രാവശ്യം സംഭവിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സരിക ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ബിന്നിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് മേക്കപ്പ് റൂമിലാണെന്നുണ്ടെങ്കിൽ അവർ എന്താ എടുക്കുന്ന വേസ്റ്റ് ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല, അത് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് ഫ്ലോർ ടീമിൻ്റെ ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ സരിക പറയുന്നുണ്ട് ഫ്ലോർ ടീം കിച്ചൺ ടീമും വൃത്തിക്കല്ല ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയുന്നുണ്ട്. ഞാൻ അകത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പുറത്താക്കിയിട്ട് ലാലേട്ടൻ അകത്ത് സ്റ്റോർ റൂം വഴി അകത്ത് കയറുന്നുണ്ട്. എന്നിട്ട് എല്ലാ റൂമൊക്കെ ലാലേട്ടൻ്റെ കൂടെ മറ്റേ റോബോ ഡോഗും ഉണ്ട്. എന്നിട്ട് എല്ലാം ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കിച്ചണിലാണെങ്കിൽ ആരും ഫുഡ് കഴിച്ചിട്ട് എന്തോ സിങ്കിൽ വെക്കാതെ മാറ്റി വെച്ചിരുന്ന സാധനമൊക്കെ ലാലേട്ടൻ്റെ സിങ്കിനകത്തിലൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ ബെഡ്റൂം എല്ലായിടത്തും കയറി നോക്കുന്നുണ്ട്, ബാത്റൂം എല്ലായിടത്തും കയറുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇത്രയും ആൾക്കാർ 18 ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ, അപ്പം കുറച്ചൊക്കെ ഇതൊക്കെ വരാം, ഇഷ്യൂസൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ എടുക്കുന്നത് നമ്മുടെ നെവിനെ ഒളിപ്പിച്ച് വെച്ച ആര്യൻ്റെ ബാൻഡ് എടുത്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ സ്റ്റേജ് വരെ ഇവരെല്ലാം അകത്ത് ലിവിംഗ് റൂമിൽ കയറുന്നു. അപ്പം അന്നേരം ലാലേട്ടൻ പറയുന്നത് പ്ലേറ്റ് കഴിച്ചിട്ട് പ്ലേറ്റ് എടുത്ത് കൊണ്ട് വെക്കുന്നത് ഒരു ബേസിക് മാനേഴ്സ് അല്ലേ, അതുപോലെ ബെഡ് ആരാ മടക്കി വെക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആരെയാണ് ബെഡ് മടക്കി വെക്കാത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങളെന്ത് വൃത്തിയായിട്ട് ചെയ്യാത്തത്, നിങ്ങൾ വീട്ടിൽ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആര്യൻ്റെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ചോദ്യം ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾ കട്ട് ചെയ്ത കത്തി കൊണ്ട് താഴെ ട്രിം ചെയ്ത്, എന്നിട്ട് അതുകൊണ്ട് സമ്മിസ് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ, അപ്പോൾ എല്ലാവരും അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അവിടെ നിന്ന് കൈ വെക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് ദേഷ്യം വന്നു, അതായത് ആര്യനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വഴിക്ക് അനീഷ് അടിക്കറി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറയാമല്ലോ പറയുമെന്ന് പറഞ്ഞിട്ട് അനീഷിനോട് അപ്പോൾ അനീഷ് എന്നിട്ട് പറയും ഞാൻ കണ്ടായിരുന്നു ആര്യൻ താടി കൊണ്ടുവന്ന്. എന്നിട്ട് അപ്പം ലാലേട്ടൻ ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പോൾ രാജ്യം ചോദിക്കുന്നത് ഇതിന് നിങ്ങൾ ആരോടും പറയാഞ്ഞത്, അപ്പം ഞാനിപ്പോൾ ചോദിച്ചില്ലേ നിങ്ങൾ പറയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം അനീഷ് ആകെ ഇതായി. അപ്പോൾ അനീഷിനോട് പറയുന്നിട്ട് ഇരിക്കാൻ പറയും.
പിന്നെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ആ ബാൻഡ് കാണിക്കും. ബാൻഡ് ആരുടേതാണെന്ന് ചോദിക്കും. ആരും പറയും ആരിൻ്റേതാണെന്ന് പറയും. ആരും തട്ടിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരെ തട്ടിയെടുത്തതെന്ന്. അപ്പം നെവിൻ നൈസായിട്ട് എഴുതേക്കുന്നു. മറ്റേ നെവിനെ കണ്ട് ഭയങ്കര രസം. അമ്പലത്തിലാണെങ്കിലും മറ്റേ തലയൊക്കെ ഒരു സൈഡിലോട്ടൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ പൂജയ്ക്ക് പോയ പോലെ ഉണ്ടല്ലോ നെവിനെ കോസ്റ്റ്യൂമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പം നെവിനാണ് അത് എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് അമ്പലത്തിൽ പൂജയ്ക്ക് പോയിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ രീതിയിൽ നെവിനെ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് വീടിന് എത്ര മാർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അക്ബർ അത് എന്തോന്നും പറയുമ്പോൾ ലാലേട്ടൻ അവിടെ ഇരിക്കുക. ആര്യനോട് ചോദിക്കുമ്പോൾ 3 out of 5 കൊടുക്കാൻ പറഞ്ഞു. ഷാനവാസ് ആണ് 4 out of 5. അഭിലാഷ് പറയുന്നത് 3.5 out of 5. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാനത് 3.5 കൊടുക്കുന്നത്. ജിസയിൽ എന്നിട്ട് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് 4 out of 5. പിന്നെ ലാലേട്ടൻ കൊടുക്കുന്ന മാർക്കുന്നത് 3.5 ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് ഇൻ്റർവെൽ എടുത്ത് പോകുന്ന സമയത്ത് ആര്യനാണെന്നുണ്ടെങ്കിൽ ബാൻഡ് എടുത്ത് നെവിനെ ഒരുപാട് പറയുന്നുണ്ട്. നീ എല്ലാവരും ഇവിടെ നിന്ന് സൂക്ഷിച്ചോണമെന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ പറയുന്നത് നീ എൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് നീ എടുക്കത്തില്ല, നീ എടുത്തുകൊണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാലേട്ടൻ അക്ബറിനോട് ഇത് കഴിഞ്ഞിട്ട് പുള്ളി ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അതായത് ഭാഷ, ബോഡി ലാംഗ്വേജ് അതൊക്കെ അത്രയൊക്കെ ചെയ്തിട്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബറിനെ മറ്റേ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോസിൽ ഫുള്ള് കഴിഞ്ഞ വീക്കിലൊക്കെ ഉള്ള പുള്ളിയുടെ ദേഷ്യത്തിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നത് ഷൗട്ട് ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത് നല്ല ലാലേട്ട. എന്നിട്ട് അക്ബറിനോട് പറയും കൺഫെഷൻ റൂമിലോട്ട് പോകാൻ പറയും. അപ്പം കൺഫെഷൻ റൂമിൽ ഉമ്മയോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് അമ്മയോട് സംസാരിക്കുന്നത് പുള്ളി ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്, ഭയങ്കര കരച്ചിലൊക്കെ. അപ്പം ഉമ്മ പറയുന്നുണ്ട് ഉമ്മ വളർത്തേൻ്റെ പ്രശ്നമാണെന്ന് ഒക്കെ ആൾക്കാർ പറയില്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ കോൺവെർസേഷൻസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സുഖമല്ലേ അങ്ങനെ. അപ്പോൾ പുള്ളി എപ്പോഴത്തേക്ക് കരയുന്നുണ്ട് ഉമ്മ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും. നീയാണല്ലേ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ചിരിച്ച് കളിച്ച് നിൽക്കാനെന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബർ തിരിച്ച് ലിവിങ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അക്ബറിന് എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കാം. പിന്നെ ഒനീല അഭിലാഷിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തോ നിങ്ങൾ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഭാഷയാണെന്ന് പറഞ്ഞിട്ട് ഒനീലിനെ അഭിലാഷിനെ പറയുന്നത്. ഒനീലിനോട് ചോദിക്കുന്നത് നിങ്ങൾ ലോകമൊക്കെ കണ്ട ആളിനെ എന്നിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്നിട്ട് പിന്നെ ആൾക്കാർ പറയുന്നത് കേൾപ്പിക്കുന്നത്. അതായത് അഭിലാഷ്, ആര്യൻ, ഒനീൽ എന്നിവരെ പറ്റിയാണ് പറയുന്നത്. മോസ്റ്റ്ലി എല്ലാവരും കുറ്റം പറഞ്ഞത് ഇവർ 3 പേരെ പറ്റിയാണ്. അപ്പം ഇവരെ പെരുമാറ്റം ശരിയല്ല എന്നുള്ള രീതിയിൽ കൂടുതലും ആര്യനും ഒനീലും. പിന്നെ റെനയോട് ചോദിക്കുന്നത്. അപ്പം റെന പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ ഇത് ചെയ്യാമെന്ന്. അപ്പം ഞാൻ തിരിച്ചു പറയുന്നത് അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു റിഫൈൻഡായിട്ട് നല്ല കുട്ടിയായിട്ട് പോകാനാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ എന്നിട്ട് ഓഡിയൻസിനോട് സോറി പറയുന്നുണ്ട്, ഇവരുടെ പെരുമാറ്റത്തിനൊക്കെ സോറി പറയുന്നുണ്ട്. ഉപയോഗിക്കുന്ന ഭാഷ എന്നിട്ട് കഴിഞ്ഞിട്ട് ഇവരോട് പറയുന്നുണ്ട് ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ സൂക്ഷിക്കണം. പിന്നെ അനീഷ് അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ അനീഷ് വന്നിട്ട് അക്ബറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അക്ബർ ഒരുമാതിരി ഭയങ്കരമായിട്ട് ബ്രേക്ക് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ജിസയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഷാരിക വന്നിട്ട് ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഭിലാഷ് റെനയെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം അഭിലാഷ് റെനയെ എടുത്ത് ദേഷ്യപ്പെട്ടല്ലോ. അതെ. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരും. അക്ബറിനോട് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രേണുവിനെ ചോദിച്ചു എന്തുവാ പറയുന്നുണ്ട്. രേണു ആണെന്നുണ്ടെങ്കിൽ മറ്റേ പണിപ്പുര ടാസ്കിലൊക്കെ ആണെങ്കിൽ ഒരു എന്തുവാ ഇവിടെ എന്തോ അതൊക്കെ ചോദിക്കുന്ന ഒരു ഓരോ ടാസ്കിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. അതായത് രേണു ഒരു ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കുന്നുണ്ട് മറ്റേ 86 ദിവസം ഇനിയുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ അപ്പാനിയെ കൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പണിപ്പുര ടാസ്കിനെ പറ്റി പറയുന്നത് ഫുഡ് കഴിക്കുന്ന ടാസ്കിൽ ആരൊക്കെയായിരുന്നു അവരെ ഓരോരുത്തരോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റി ആയിരുന്നോ, എങ്ങനെയുള്ള ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ആനിമൽ ടാസ്കിനെ പറ്റി നിങ്ങൾ ഗെയിം മനസ്സിലാക്കാതെയാണ് കളിച്ചത്, നിങ്ങൾ ആ ഒറിജിനൽ സ്വഭാവമുള്ള ആൾക്കാരെ അതേപോലെ നിർത്തിക്കഴിഞ്ഞാൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. അപ്പോൾ അത് മാറ്റിയൊക്കെ നിങ്ങളുടെ മൈൻഡ് ഗെയിമാണ്, അപ്പോൾ നിങ്ങൾ അങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. പിന്നെ ത്യാഗ റൗണ്ടിൽ പോയവരെ പറ്റി പറഞ്ഞപ്പം നമ്മുടെ ആദിലനോർ എഴുന്നിട്ട് അപ്പോൾ അവരോട് പറയുന്നുണ്ട് നിങ്ങളെന്ത് അപ്പോൾ അതിന് പറഞ്ഞു മറ്റേ ഫാമിലി എന്ന് പറഞ്ഞൊരു ഇമോഷൻ വന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഇമോഷൻസ് ഒക്കെ വെച്ചല്ല കളിക്കേണ്ടത്, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയില്ല കളിക്കേണ്ടത്, അപ്പോൾ അങ്ങനെ കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ധൈര്യശാലികൾ എന്നിട്ട് അവർ അനീഷിൻ്റെ ഗെയിം നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ആര്യനെ ജിസേലിനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് അങ്ങനെ ചെയ്തത്, നിങ്ങളെന്താ ഡിസൈഡ് ചെയ്യാഞ്ഞത്, എന്നിട്ട് അവർ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ധൈര്യശാലി. എന്നിട്ട് ആര്യൻ്റെ നിലപാട് ഓരോ നിലപാട് ആര്യനാണെങ്കിൽ മറ്റേ എന്താ അനീഷ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിലീജിയസ് കാർഡ് എടുക്കുന്നു. അങ്ങനെ 4-5 നിലപാടുകൾ മാറ്റി മാറ്റി കാണിക്കുന്നു. പിന്നെ അനുവിൻ്റെ അടുത്ത് പോയിട്ട് 10,000 ഇതൊക്കെ പോയിൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് ചെയ്തേനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയലോഗുകളൊക്കെ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം
പിന്നെ അഭിലാഷ് അത് കഴിഞ്ഞിട്ട് ആര്യനോട് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പിന്നെ എഴുന്നേറ്റ് പറഞ്ഞു ആര്യനും അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവരെ സ്ഥിരം ആൾക്കാരെ തന്നെ വിടുന്നത് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അപ്പോൾ അഭിലാഷ് എഴുന്നേറ്റ് പറയുന്നുണ്ട് ആര്യൻ ജിസേലിനെ എല്ലാത്തിനും വിടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്. എല്ലാവർക്കും അവസരം വേണം, അപ്പോൾ നമ്മളെ ഒന്നും ഒരു ഇതിനും വിടുന്നില്ല, ഞാനും നെവിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഗെയിമൊക്കെ കളിച്ചിട്ട് പോലും ഞങ്ങളെ വിട്ടില്ല എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. പിന്നെ അനീഷിനോട് ചോദിച്ചു നിങ്ങളോട് മിണ്ടാതെ നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നടന്നേമായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ അതെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതുപോലെ ഗെയിം ഇപ്പം മുതലായെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് മിണ്ടാഞ്ഞത്. പിന്നെ എല്ലാവരോടും ചോദിക്കുന്നത് മറ്റേ ജിസേലിനെ തലമുണ്ടനം ചെയ്യണമെന്നതിൻ്റെ ഒരു ടാസ്ക് അത് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമോ? അപ്പോൾ അനുമോള് ശൈത്യയൊക്കെ പറയുന്നുണ്ട്, അപ്പാനിയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. റീനോനോട് പറയും നമ്മുടെ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന ബോക്സ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. നിങ്ങൾ എന്നിട്ട് ലാലേട്ടൻ പറയും നിങ്ങൾക്ക് ഒരു ക്ഷമ പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു ബോക്സും തുറന്ന് നോക്കാൻ പോലും ഉള്ളത്. എന്നിട്ട് അഭിലാഷിനോട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. അതിനകത്തൊരു ലെറ്ററാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ മുട്ടയടിപ്പിക്കുന്നത്, അപ്പം 1000 പോയിന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബോക്സ്. ശരിക്കും മുട്ട അടിക്കേണ്ട വരത്തില്ലായിരുന്നു അവർക്ക്, 1000 പോയിന്റ് അത് തുറന്നാൽ മാത്രം മതിയായിരുന്നു. അതായത് മുന്നോട്ട് വന്നിട്ട് തുറന്നാൽ മതിയായിരുന്നു. അപ്പം എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തെറ്റായ തീരുമാനമായിരുന്നു, ബോക്സ് തുറന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തിൽ ആ ബോക്സിനകത്തൊരു ട്രിമ്മറും കൂടെ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആര്യം നീ ട്രിമ്മർ യൂസ് ചെയ്തോളാൻ പറയുന്നത്, എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഓപ്പൺ ഇത് ചെയ്ത് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അന്നേരമാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു ഡയലോഗ് ഉണ്ട്, തലയടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞങ്ങൾ താടി അടിക്കാൻ ട്രിമ്മർ തരുമോ നിങ്ങൾ നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡയലോഗ് ഇങ്ങനെ പറയും ട്രിമ്മർ അവിടെ വെച്ച് രാവിലെയും വൈകുന്നേരം പൂജിച്ചോളാൻ എന്ന് പറയുന്നത്, അതായത് മറ്റേ റിലീജിയസ് കാർഡ് പുള്ളി ഇറക്കില്ലായിരുന്നു, അപ്പോൾ അതിന് എതിരെ പറയുന്നത്. പിന്നെ അടുത്തത് ചോദിക്കുന്നത് മറ്റേ ഭൂമി കയ്യേറ്റം ഗെയിമിനെ പറ്റിയാണ്. അപ്പോൾ എന്നിട്ട് അവിടെ ഒരു അഡീഷണൽ ക്യാമറ ഉണ്ടായിരുന്നു, രേണുവിടെ ഗെയിം കളിക്കാതെ മാറിയുന്നില്ലേ, അപ്പോൾ അതിനെ പറ്റി പറയുന്നത്. പിന്നെ എന്തിനാണ് അവിടെ നിന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കൊടി സംരക്ഷിക്കാൻ നിന്നതെന്നൊക്കെ രേണു പറയുന്നുണ്ട്. എന്നിട്ട് വീഡിയോ കാണിക്കുന്നത്. വീഡിയോ ഭയങ്കര രസമായിരുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി. പിന്നെ രേണു ആണെങ്കിൽ രേണുവിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, രേണു ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്നത്. പിന്നെ ആദില ശാരികയുടെയൊക്കെ അടി അതൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഹോട്ട് സീറ്റ് ബഹളത്തെ പറ്റി അടുത്ത് ചോദിക്കുക. എന്നിട്ട് അത് മറ്റേ ഭൂമി ഹൈറ്റും ടാസ്കിൽ അവർ ഗെയിം കഴിഞ്ഞിട്ട് എല്ലാവരും അത് നല്ലതായിട്ട് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിൽ അവർ അഭിനന്ദിക്കുന്നുണ്ട്. പിന്നെ ഹോട്ട് സീറ്റ് ടാസ്കിൻ്റെ ബഹളം അപ്പോൾ സരികയൊക്കെ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് സോൾവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ എഴുതുന്നുണ്ട്. എന്നിട്ട് അകത്തുനിന്ന് ബെല്ലടിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നത് കലാഭവൻ സരികയോട് പറയുന്നത് സ്റ്റോർ റൂമിൽ ഒന്ന് പോയി ഒരു സാധനം എടുത്തിട്ട് വരാൻ പറയാം. അപ്പോൾ സരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂമിലോട്ട് പോകും. സ്റ്റോർ റൂമിൽ ചെല്ലുമ്പോഴത്തേന് ഡോർ ഓപ്പൺ ആവുന്നില്ല. അപ്പം ലാലേട്ടൻ ഇവിടെ നിന്ന് പറയും പവർ ഫെയിലർ ആണെന്ന് തോന്നുന്നു, ചെറിയ പവർ ഫെയിലിയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് കുറേ നേരമായിട്ടും സരിക ഇറങ്ങി വരുന്നില്ല. അപ്പോൾ ജിസേൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് എവിക്റ്റ് ചെയ്തതാണ്, സരികിനെ എവിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അടുത്തിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അല്ല നീ ഇങ്ങനെ പറയുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ എഴുന്നേറ്റ് പോകാനൊക്കെ നോക്കുമ്പോൾ മറ്റേ ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ. എന്നിട്ട് നമ്മുടെ സരികയാണെങ്കിൽ എവിക്റ്റ് ചെയ്യുന്നത് സ്റ്റോർ റൂമിൽ കൂടെ തന്നെ അവർ വന്നിട്ട് കണ്ണ് കെട്ടിക്കൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്നു. എന്നിട്ട് സരിക ലാലേട്ടൻ്റെ അടുത്ത് വരുന്നത്. എന്നിട്ട് പോകുന്നതിനെ പറ്റി പുള്ളിക്കാരി അവിടെ കൂളായിട്ടാണ് സംസാരിച്ചത്. പിന്നെ വീഡിയോ കാണിക്കുന്നു പുള്ളിക്കാരിയുടെ അതുവരെയുള്ള ജേണി. പിന്നെ വീട്ടുകാരെ കാണിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സരിക വിടുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ കൂടുതൽ ആൾക്കാർ എവിക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അനു ശൈത്യയും അക്ബറിനെ പറ്റി അപ്പാനെ പറ്റി സംസാരിക്കുന്നത്. അതായത് സരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിലല്ലായിരുന്നോ കൂട്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് പോയിട്ട് വിഷമമില്ല എന്നുള്ള രീതിയിൽ അനു ശൈത്യം പറയുന്നുണ്ട്. അതായത് മറ്റേ പുള്ളിക്കാരിയോട് സ്റ്റേ ചെയ്യുന്ന സമയത്ത്, അതായത് സരിക സ്റ്റേ ചെയ്യുന്ന സമയത്ത് അപ്പാന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വൈഫിനോട് സംസാരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞില്ല പോവാണ്. അപ്പം പുള്ളിക്കാരൻ നേരത്തെ പോകും എന്നുള്ള രീതിയിൽ സരികയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി കുറ്റം പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.